നമസ്കാരം. സിദ്ധാർത്ഥ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം ആളുകൾ കോമൺ ആയിട്ട് അഫക്റ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായി കാണുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ. ചിലർ അതിനുള്ള പരിഹാരം മറ്റു ഡോക്ടർമാരെ കണ്ടും അല്ലെങ്കിൽ മറ്റ് വൈദ്യസഹായങ്ങളെ തേടിയും അതിനുള്ള പരിഹാരം കാണുന്നുണ്ട്. ചിലർ അതെപ്പോഴും മൂടി വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇത് വരുന്നതിനുള്ള, അതായത് ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ശരിയായ രീതിയിൽ, അതായത് ആവശ്യത്തിന് വെള്ളം നന്നായി കുടിക്കാത്തത്, ഫൈബർ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് എത്താത്തത്, അതായത് ഭക്ഷണത്തിലൂടെ ഫൈബറിൻ്റെ ആവശ്യമായ അളവിൽ ഫൈബർ എടുക്കാത്തതിൻ്റെ അപര്യാപ്തത മൂലം, മറ്റ് മെഡിക്കേഷൻസ്, ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് മെഡിക്കേഷൻസ് കഴിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെടാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിലും ട്രാവലിങ്ങിലും കോൺസ്റ്റിപ്പേഷൻ കോമൺ ആയിട്ട് ഉണ്ടാവുന്നതാണ്. പിന്നീട് വരുന്ന ഒരു ഇതാണ് പൈൽസ് അല്ലെങ്കിൽ അനോറക്ടൽ ഡിസീസിൽ കോൺസ്റ്റിപ്പേഷൻ സാധാരണമായി കാണാറുണ്ട്. ഇനി നമുക്ക് ഇവയെ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്ന് നോക്കാം. കൂടുതലായി വെള്ളം ധാരാളമായി കുടിക്കുക. രാവിലെ ആണെങ്കിലും വെള്ളം തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി അതിരാവിലെ തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് അവക്കാഡോ, ചിയാ സീഡ്സ്, ഇലക്കറികൾ, ചീര, മുരിങ്ങയില, കുടപ്പൻ, അവയെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒരു നേരത്തെ ഭക്ഷണത്തിൽ സാലഡ്സ്, കുക്കുംബർ, ക്യാരറ്റ് എന്നിവയെല്ലാം ഒരു നേരത്തെ ഭക്ഷണമായി ഉൾപ്പെടുത്തുക. മൂന്നാമത് ചെയ്യേണ്ട കാര്യമാണ് ഫൈബർ റിച്ച് ഫുഡ്, ഞാൻ പറഞ്ഞു, വെള്ളം കുടിക്കുന്നത്. കറക്റ്റ് ഡയഗ്നോസിസിൽ എത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനമായ കാര്യം. കൃത്യമായ രോഗനിർണയത്തിലൂടെ എന്തുകൊണ്ടാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. ആനോറക്ടൽ ഡിസീസ് ആണെങ്കിൽ അത് രോഗനിർണയത്തിലൂടെ മനസ്സിലാക്കി കറക്റ്റായ മെഡിസിൻസ് എടുക്കാം. ഇല്ല, ഹോർമോണൽ വേരിയേഷൻ കൊണ്ട്, തൈറോയിഡ് കൊണ്ടോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടോ ഉണ്ടാവുന്നതാണെങ്കിൽ അതിന് കൃത്യമായ മരുന്നുകൾ കഴിച്ച് അത് ക്ലിയർ ചെയ്യുന്നതിലൂടെ കോൺസ്റ്റിപ്പേഷൻ മാറിപ്പോകുന്നതാണ്. അപ്പോൾ വെള്ളം കൃത്യമായ അളവിൽ കുടിക്കുക. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, സപ്ലിമെൻറ്റ്സ് എന്ന രീതിയിലോ അല്ലെങ്കിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുക എന്നിവയാണ് പ്രധാനമായും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ മാറ്റാനുള്ള വഴികൾ അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ. ഇനി ഒരു അഡീഷണൽ ടിപ്പായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആവണക്കെണ്ണ. നമുക്കെല്ലാം സുപരിചിതമാണ് ആവണക്കെണ്ണ. ആ ആവണക്കെണ്ണ പൊക്കിളിൻ്റെ ഭാഗത്ത് എക്സ്റ്റേണൽ ആയിട്ടും മലദ്വാരത്തിന് ചുറ്റും മലദ്വാരത്തിൻ്റെ ഉൾഭാഗത്തായിട്ടും നമ്മൾ ആവണക്കെണ്ണ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത്, ഈവനിങ്ങോ നമുക്ക് സമയം കിട്ടുമ്പോഴോ അപ്ലൈ ചെയ്യുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഹോം റെമഡീസിലോ മറ്റ് ഇതിലോ നിൽക്കാതെ നമ്മൾ കൃത്യമായ വൈദ്യനിർദ്ദേശപ്രകാരം കറക്റ്റായി ഡയഗ്നോസിസ് ചെയ്ത് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.